ഒരുപക്ഷെ ഏറ്റവും ലളിതമായ ഒരു സാങ്കേതിക വിദ്യയുടെ ലാളിത്യം എന്ന് പറയുന്നത് ചുമടുതാങ്ങിയാണ്. വലിയ ഉപയോഗമുള്ള ഒരു സാധനം വരുന്നത്. ഇന്നിപ്പം നമുക്ക് എന്തിനാണ് ഈ ചുമടുതാങ്ങി എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോഴും കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും പഴയ ചുമടുതാങ്ങികൾ ബാക്കി നിൽക്കും. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ഇപ്പോഴും ആ ചുമടുതാങ്ങി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ കാലത്ത് കുട്ടികൾക്ക് അത് മനസ്സിലാകില്ല എന്താണ് അതിൻ്റെ ഒരു ആവശ്യബോധമെന്ന്. കാരണം നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പഴയ കാലത്തെല്ലാം തലച്ചുമടായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പം വളമായാലും വിത്തായാലും നെല്ല് കൊയ്തായാലും പച്ചക്കറികളായാലും ഏത് സാധനങ്ങളും നമ്മൾ തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2-3 ഫർലോങ് ഇടവിട്ട് തന്നെ നമുക്ക് കളത്തട്ടും അതോടൊപ്പം ചുമടുതാങ്ങിയും ഉണ്ടായിരുന്നു. ഈ ചുമടുതാങ്ങിയിൽ മറ്റൊരാളിൻ്റെ ഒരപരൻ്റെ സഹായമില്ലാതെ എൻ്റെ തലയിലിരിക്കുന്ന ചുമട് ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന പാകത്തിലാണ് അതിൻ്റെ പൊക്കം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നിർമ്മാണത്തിലെ പ്രക്രിയ, ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ സഹായമുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ തലയിലിരിക്കുന്ന 50 കിലോ 60 കിലോ 75 കിലോയുള്ള ഒരു ഭാരമുള്ള ഒരു വസ്തു ഇറക്കി വയ്ക്കുവാൻ മറ്റൊരാളിൻ്റെ സഹായം തേടാതെ എനിക്ക് അത് ഇറക്കി വയ്ക്കാൻ കഴിയുന്നു. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തലയിൽ നിന്ന് പതുക്കെ നിരക്കി അത് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. വെച്ചിട്ട് എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരാളിൻ്റെ സഹായം ആവശ്യമില്ല. നമുക്ക് തന്നെ പതുക്കെ അത് വളരെ സാവകാശം എടുത്ത് നമുക്ക് തലയിലേക്ക് ഏറ്റുന്നതിന് കഴിയുന്നു. അപ്പോൾ അവിടെ ഒരാളിൻ്റെ സഹായമില്ലാതെ നമുക്ക് ഒരാളായി മാറുകയാണ്. നമ്മളെ സഹായിക്കുന്ന ഒരു പരോപകാരിയായി മാറുകയാണ് അവിടെ നമ്മുടെ ചുമടുതാങ്ങി. മാത്രമല്ല അതിൻ്റെ ഘടനയെന്ന് പറയുന്നത് എത്രയോ ലഘുവായ ഒരു സാങ്കേതിക വിദ്യയാണ്. 2 തിരശ്ചീനമായി 2 കരിങ്കൽ തൂണുകൾ നിർത്തുന്നു. അത് വെറുതെ ഒരു വീതിയുള്ള, അതിന് കൃത്യമായ കണക്കുണ്ട്. അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന, അതായത് അതിന് സമനിരപ്പിൽ മുകളിൽ വയ്ക്കുന്ന കരിങ്കൽ ഒരു പ്രതലമായിട്ടാണത്. അതും താഴേക്ക് നാട്ടിയിരിക്കുന്ന 2 തൂണ് പോലെ നാട്ടിയിരിക്കുന്ന, അതിൽ വെറുതെ എടുത്ത് വയ്ക്കുകയാണ്. അവിടെ സിമെൻറ്റ് ചെയ്യുന്നില്ല, കോൺക്രീറ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഇരുമ്പ് കമ്പികളൊന്നുമേ അവിടെ ഉപയോഗിക്കുന്നില്ല. ലഘുവായ സാങ്കേതിക വിദ്യ. 2 കരിങ്കൽ പാളികൾ തിരശ്ചീനമായി നിർത്തുന്നു. അതിന്മേൽ വേറൊരു കരിങ്കൽ പാളി എടുത്ത് നേരെ നിവർത്തി വയ്ക്കുന്നു. കഴിഞ്ഞു. ആർക്കും ഒരു ശല്യമാവില്ല. പലപ്പോഴും ഇപ്പോഴും നോക്കിക്കോളൂ, ഈ ഏതെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും ഈ ചുമടുതാങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥാനത്തായിരിക്കും അത് നിൽക്കുന്നത്. അപ്പോൾ എത്ര ദിശാബോധത്തോടു കൂടിയാണ് അത് ചെയ്തവർ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. മാത്രമല്ല പലയിടത്തും നമ്മൾ കണ്ടാൽ എനിക്ക് അതിശയം തോന്നുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ റോഡിന് വീതി കൂട്ടിയപ്പോൾ നമ്മുടെ ഭാഗത്ത് 1-2 സ്ഥലങ്ങളിൽ ഇത് ഇളക്കി മാറ്റേണ്ടി വന്നു. അപ്പോൾ അത് ഇളക്കുമ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ട്, അതായത് സാധാരണ നമ്മളിപ്പോൾ എന്തുപയോഗിക്കുന്നത് കോൺക്രീറ്റ് വെച്ചിട്ടാണ്. ഒരു കോൺക്രീറ്റും ഇല്ലാതെ ഈ മണ്ണ്, നമ്മുടെ മലമണ്ണ്, അതിനൊരു പശിമയുണ്ട്. ആ മണ്ണ് നിറച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ ആളുകളുടെ, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് മുൻപേ നടന്നു പോയവർ എത്ര ബുദ്ധിപൂർവ്വം ഒരു വലിയ ചെലവില്ലാതെ വളരെ ലാളിത്യത്തോടു കൂടി ചെയ്ത ഏറ്റവും വലിയ ഉപയോഗ സാധ്യതകൾ ഏറെയുള്ള. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ വെറ്റ വിൽക്കാൻ ആളുകൾ വരും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഈ വെറ്റ മുഴുവൻ അവർ ഈ പന്തള ചന്തയിലുമൊക്കെ, പുതിയകാവ് ചന്തയിലുമൊക്കെ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പുറത്തിറക്കി വെച്ചിട്ടാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു ചായപ്പീടിയുണ്ട്. അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ച് പോകുന്നത്. അപ്പോൾ അതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ വളരെ ലാളിത്യമുള്ള, വളരെ ലഘുവായ സാങ്കേതിക വിദ്യയോട് കൂടിയ, ഒട്ടും പണച്ചെലവില്ലാത്ത ഒരു ചെറിയ സംവിധാനം. എന്നാൽ അതിന് വലിയ പ്രയോജനം. വേറൊരാളുടെ സഹായം തേടാതെ നമുക്ക് സ്വന്തമായി നമ്മളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ പ്രചോദനം കൂടിയാണ് ചുമടുതാങ്ങി. പിന്നെ ഈ ഇപ്പം നമ്മൾ പലപ്പോഴും ഈ ഭാഷയിൽ ചുമടുതാങ്ങി വരുന്നുണ്ട്. പാവം ചുമടുതാങ്ങി. കാരണം എന്തും ഒരു ഭാഷാപ്രയോഗത്തിൽ അത് വരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും ഓണാട്ടുകാരുടെ ഒരു ഭാഷാശൈലിയുടെ ഭാഗമാണ്, പാവം ചുമടുതാങ്ങി പോലാണല്ലോ നീ എന്ന് പറഞ്ഞാൽ എന്തു ഭാരവും തലയിലേറ്റുന്ന, ഒന്നിനും ഒരു പ്രതികരിക്കാതെ, ഒന്നിനും ഒരു എതിർപ്പറിയിക്കാതെ ചെയ്യുന്ന, അത് എന്തു ഏറ്റെടുക്കുന്ന ഒരാളിനെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. പാവം ചുമടുതാങ്ങി പോലാണല്ലോ നീ, എന്തു ഏറ്റെടുക്കും. അതൊരു ഭാഷാപ്രയോഗത്തിലെ ഒരു പ്രതീകം കൂടിയാണ് ചുമടുതാങ്ങി. അതുകൂടി ഇതിനോട് അനുബന്ധമായിട്ട് ചേർക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം ഈ ഒരു കാലഘട്ടവുമായി ഇഴുകിച്ചേർന്ന ഒരു സംവിധാനം. ആ സംവിധാനം എത്രയോ പേർക്ക് പ്രയോജനമായി. അതിന് ഫീസ് മേടിക്കുന്നില്ല, അതിന് പ്രത്യേകിച്ച് ആരുടെയും അനുവാദം ആവശ്യമില്ല. ആർക്കും കൊണ്ടുപോയി അവിടെ സാധനങ്ങൾ ഇറക്കി വയ്ക്കാം, അതുപോലെ തന്നെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാം. അപ്പം ഇതൊരു വിവിധോദ്ദേശ സംവിധാനം.
അതാണ് അതിൻ്റെ പ്രാധാന്യം.